MDMA, കൊക്കൈൻ എന്നിവ കേന്ദ്ര നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുന്ന ലഹരികളാണ്. ഇവ രണ്ടും ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ പലതരം മാറ്റങ്ങളാണ്. അല്ലെങ്കിൽ വല്ല ഡോക്ടർമാരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. MDMA അതായത് മെത്തിലിൻ ഡയോക്സി മെത്താംഫിറ്റമൈൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂള് മെർക്ക് എന്നുള്ള ഒരു കമ്പനിയാണ് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആദ്യമൊക്കെ അതിന് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അധികം ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ എന്നുള്ള രീതിയിലാണ് ആദ്യമായിട്ട് അവരത് കണ്ടുപിടിച്ചത്. പിന്നീട് 1970 കാലഘട്ടങ്ങളിൽ ഈ മെഡിസിൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു യൂഫോറിയ ഉണ്ടാകാൻ തുടങ്ങി. യൂഫോറിയ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശം ഉണ്ടാവും. ഒന്നും എല്ലാം ഒരു ഇൻഹിബിഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരാളെ നമ്മുടെ പേരൻസിനെ പോയി അടിക്കുന്ന പറഞ്ഞാൽ അവർ അടിക്കാൻ പോകും. ബാക്കിയുള്ള എല്ലാത്തിനും ഓവർ സെൽഫ് കോൺഫിഡൻസ്, പിന്നെ ഞാൻ തന്നെ വലിയ ആളെന്നുള്ള ഒരു വിചാരം ഉണ്ടാവും, എംപതി ഉണ്ടാവും ആൾക്കാരോട്. പിന്നീട് ഈ ഡ്രഗിനെ മിസ്യൂസ് ചെയ്യുകയും ആൾക്കാർ പാർട്ടിക്കും ബാക്കിയുള്ള എല്ലാ ആവശ്യത്തിനും അത് യൂസ് ചെയ്ത് പിന്നെ ആൾക്കാർക്ക് അതൊരു അഡിക്ഷൻ വരാൻ തുടങ്ങി. അത് ഭയങ്കര ടെക്കിക്കാർഡി ഉണ്ടാക്കും, ഹാർട്ട് റേറ്റ് നല്ലോണം കൂട്ടും, സോഡിയം കുറയാൻ ചാൻസ് ഉണ്ട്, ഹൈപ്പോനെട്രീമിയ, അങ്ങനെയൊക്കെ ആയിട്ട് മൾട്ടി ഓർഗൻ ഇൻവോൾവ്മെൻറ്റ്, ബാക്കിയുള്ള എല്ലാ ഓർഗൻസിനും ഇൻവോൾവ്മെൻ്റ് ആവും ഹൈ ഡോസിൽ നമ്മളത് യൂസ് ചെയ്താൽ. ബാക്കിയുള്ള ഗാഞ്ച, കൊക്കൈൻ ഇതിനേക്കാളൊക്കെ ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞാൽ ഇത് കെമിക്കൽസ് കൊണ്ട് ഉണ്ടാക്കുന്ന മെഡിസിൻ ആയതുകൊണ്ട് വളരെ ഈസിലി അവൈലബിൾ ആവും. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാനും പൗഡർ രൂപത്തിലും ടാബ്ലറ്റ് രൂപത്തിലൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഈസിലി ക്യാരി ചെയ്യാനും പറ്റും. ഒക്കെ കൊണ്ട് കാരണമാണ് MDMA ബാൻ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ മക്കൾ തന്നെ ആയാലും ഇത് ഈസിലി അവൈലബിൾ ആണെന്നുള്ളതുകൊണ്ടും ഇതിൻ്റെ വീട്ടിലും നിങ്ങളുടെ ബാക്കിയുള്ള സറൗണ്ടിങ്സിലൊക്കെ ടാബ്ലറ്റ്സ് ഫോമിലോ പൗഡർ ഫോമിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലോണം ചെക്ക് ചെയ്യണം.